ഹലോ, നമ്മൾ രാവിലെ തന്നെ നല്ല കുളിച്ചൊരുങ്ങി നല്ല സുന്ദരി കുട്ടികളായിട്ട് എങ്ങോട്ടാണെന്നല്ലേ? അതെ, അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ, എൻ്റെ അമ്മായിയമ്മയുടെ വീട്ടിൽ. നമ്മളപ്പോൾ ഇറങ്ങിയപ്പോൾ ചെറിയൊരു ചാറ്റൽ കണ്ടു കേട്ടോ. ചിലപ്പോൾ ചെറിയൊരു മഴയാണെങ്കിലും നമ്മൾ ഇറങ്ങുമ്പോഴായിരിക്കും കൂടുന്നത്. അങ്ങനെ ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ട് നല്ല ഹെൽമെറ്റൊക്കെ വെച്ച് റെഡിയായിട്ട് പോകാൻ തുടങ്ങും കേട്ടോ. ഇത് കണ്ടോ, ചെറിയൊരു മഴയേ ഉള്ളൂ, അതിൻ്റെ കൂടെ വെയിലുമുണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഞാൻ യോയോ ഒക്കെ പറഞ്ഞിട്ട് എനിക്ക് നല്ല സന്തോഷമാണ് കേട്ടോ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വീടിന് ടാറ്റയൊക്കെ പറഞ്ഞ് പോകാൻ തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പോകാൻ തുടങ്ങിയപ്പോഴാട്ടോ അറിഞ്ഞത് മഴയൊന്നുമില്ല, ഫുള്ള് വെയിലാണ്. ഞാൻ നല്ല വിയർക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിയർത്തൊലിച്ച് അവിടെ ചെമ്പകപ്പാലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഞങ്ങൾ സ്കൂട്ടറൊക്കെ നിർത്തി റെയിൻകോട്ടൊക്കെ ഊരി. കണ്ടോ, ഇതാട്ടോ ഇവിടുത്തെ വ്യൂ. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. അത് കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് റെയിൻകോട്ടൊക്കെ ഊരി ഒന്ന് സ്വസ്ഥമായിട്ട് എന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വണ്ടി എടുത്ത് പോകാൻ തുടങ്ങി കേട്ടോ. റെയിൻകോട്ടൊക്കെ ഊരിയും സ്വസ്ഥമായിട്ട് പോകാമെന്ന് വെച്ചപ്പോൾ വേണ്ട വീണ്ടും ഒരു മഴ ചാർന്നു. പിന്നെ ഞങ്ങൾ റെയിൻകോട്ട് ഇടാൻ നിന്നില്ല, ചെറിയൊരു ചാറ്റലേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ഇതാട്ടോ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ചിരിച്ചൊക്കെ തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പതുക്കെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് കുറച്ചങ്ങോട്ട് നടക്കാറുണ്ട്, നമ്മളങ്ങനെ നടന്ന് പോവാം കേട്ടോ. എനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ പോകുന്നതിന്. നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴാട്ടോ അമ്മ പറയുന്നത് ഹെൽമെറ്റ് വെച്ചോണ്ട് എന്തോന്നും നടക്കുവാണ്. ശരിയാ, ഞാൻ ഈ ചൂടത്തെന്തിന് ഹെൽമെറ്റ് വെച്ചാണ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ ഹെൽമെറ്റൊക്കെ ഊരി നല്ല ഫ്രീ ആയിട്ട് നടന്നു പോവാട്ടോ. അമ്മയാന്ന് എന്നെക്കാട്ടി ഫാസ്റ്റായിട്ട് ഫ്രണ്ടിൽ നടന്നു പോവാട്ടോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് തറയിൽ ചള്ള. അമ്മ പറഞ്ഞു നോക്കി നടക്ക്. ഞാൻ ഈ ഇത്രയും വലിയ പാൻറ് വിട്ട് ചള്ളയിലെല്ലാം നരക്കിക്കൊണ്ട് പോവാട്ടോ. എനിക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നല്ല ചുമ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല പനിയും പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. അപ്പോഴാട്ടോ നമ്മൾ തോട്ടിലോട്ടൊക്കെ നോക്കി നല്ല നിറച്ച് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴാട്ടോ അവിടെ നല്ലൊരു പൂവ്, എനിക്കത് പറിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റത്തില്ല. അപ്പോഴാട്ടോ അമ്മ പറയും തോട്ടിലെ വെള്ളം ഒഴുകുന്നതിന് നല്ല ശബ്ദം നീ കേട്ടോ. അപ്പോഴാട്ടോ ഞങ്ങളിത് കണ്ടത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഞങ്ങളൊരു വെറ്റിലത്തോട്ടത്തിലൊക്കെ നിന്ന് ഈ ഫോട്ടോ എടുത്തത്? ഇപ്പോൾ നോക്കിയപ്പോൾ ഈ വെറ്റിലത്തോട്ടത്തിലൊരു വെറ്റില പോലും ഇല്ല. എൻ്റെ ഇടയിൽ നമ്മൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈ മരത്തെ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്ന കേട്ടോ. ഇതായിട്ട് നമ്മൾ ഇന്നാൾക്ക് ഞാനും അഖിലവും കൂടെ ചാടിക്കൊണ്ടിരുന്ന ഈ മരം. അപ്പോഴാട്ടോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞ് ഇത് പാവല്ല, ഇതിനകത്ത് ചിലപ്പോൾ പാവയ്ക്ക വല്ലതും കാണുമെന്ന് പറഞ്ഞ് അമ്മ അതിനകത്ത് കിടന്ന് പാവയ്ക്കയെല്ലാം നോക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാട്ടോ അമ്മ പറയുന്ന പാവയ്ക്ക വേണ്ടേ, ഞാൻ വിചാരിച്ച വലിയ എന്തോ ആണ്. അപ്പോഴാട്ടോ ഈ കുഞ്ഞിനെ കണ്ടത്. അത് കഴിഞ്ഞ് അമ്മ വിട്ടുകൊടുത്തില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒരെണ്ണത്തെയും കൂടെ കണ്ടുപിടിച്ചേട്ടോ. അതും ഇതുപോലെ വളർന്നു വരുന്ന കുഞ്ഞതാണ്. അത് കഴിഞ്ഞ് നമ്മളങ്ങോട്ട് ചെന്നപ്പോൾ ഒരു പൂച്ച ഞങ്ങളെ കണ്ട് ബൈക്കിൻ്റെ വണ്ടിന്ന് ചാടിപ്പോയി കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് നമ്മുടെ ജൂലിയൊക്കെ കുറേ നേരം കളിപ്പിച്ചുകൊണ്ടിരുന്നു. ആൾ നല്ല പാവമാട്ടോ. അതേ ഞാൻ അവിടെ ചെന്ന് ഡ്രസ്സൊക്കെ മാറി ഒരു ബനിയനും നിക്കറും ഒക്കെ എടുത്തിട്ട് അവിടെയൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. ഇനി എൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ ഒരു ഗോഷ്ടിയൊക്കെ കാണിച്ച് അവിടെ നടക്കുമായിരുന്നേ. എൻ്റെ ഇടയിൽ നിങ്ങൾ കളിയും ചിരിയും അതുപോലെ തന്നെ അടിയും വഴക്കും എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഓരോ ഫോട്ടോയൊക്കെ എടുക്കാൻ പോസ്റ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ.
അമ്മൂമ്മ പറഞ്ഞു മേളിൽ കുറേ പുളി വീണ് കിടപ്പുണ്ട്, അത് പറക്കാൻ പോയി. അങ്ങനെ ഞങ്ങളതൊക്കെ പറക്കാൻ മണ്ടയിലോട്ട് കയറി ചെന്ന് കേട്ടോ. അത് കഴിഞ്ഞ് അമ്മ കുറേ പുളിയൊക്കെ വാരിയെടുത്തിടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും താഴെ പോയി കുറേ ഇടുന്ന് പറക്കിക്കൊണ്ട് വന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഷീറ്റിൻ്റെ മണ്ടയിൽ കുറേ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ കുറേ തോട്ടിയൊക്കെ ഇട്ട് താഴോട്ട് എടുത്തിട്ട് കേട്ടോ. ഞാനും കുറേ ശ്രമിക്കാൻ നോക്കി, പക്ഷെ പറ്റുന്നില്ല. ഉടനെ അവിടെ കിടന്ന് ഞാനത് ഷീറ്റിൻ്റെ ഇടയിൽ കൂടെ കുത്തി കയറ്റി അതിനകത്തോട്ട് ഇടുമായിരുന്നു കേട്ടോ. എനിക്ക് എന്ത് ചെയ്തിട്ടും അതെടുക്കാൻ പറ്റുന്നില്ലേ. അത് കഴിഞ്ഞ് അതിൻ്റെ മണ്ടയിലോട്ട് കുറേ പേരയ്ക്ക കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഞങ്ങൾ അടിച്ച് തറയിലോട്ട് എടുത്തിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുളിയെല്ലാം എടുത്ത് പറക്കി അമ്മമ്മ കേട്ടോ താഴെ നിന്ന് വിറക് കീറുന്നേ. ഇത് കണ്ടോ, ഇത്രയും പുളി നമ്മൾ മണ്ടയിൽ നിന്ന് പറക്കിക്കൊണ്ട് വന്നു കേട്ടോ. അതുകൂടാതെ അവിടെ നേരത്തെ പറക്കി വെച്ച പുളിയെല്ലാം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ചോറൊക്കെ കഴിച്ച് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് സന്ധ്യ ആവുന്നതിന് മുന്നേ പോവാൻ നിൽക്കുക കേട്ടോ. അമ്മുമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അമ്മുമ്മയും അഖിലും എല്ലാവരും കൂടെ നമ്മുടെ യാത്ര പറയാൻ വന്ന് നിൽക്കുകയാണേ. പിന്നെ അവിടെ കിടന്ന് ഭയങ്കര സൈക്കിൾ ഓടിയിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ഇന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് തിരിച്ച് പോരുവാണേ. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് അവസാനം നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി കേട്ടോ. നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.